ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് എദൻ ടി വിയുടെ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതരെയും ദൈവനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ ക്വാർട്ടറിലുടനീളം നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷത്തെ ആധാരമാക്കിയ പാഠങ്ങളാണ് പഠിച്ചു വരുന്നത്. സുവിശേഷങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു സവിശേഷത, അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ ജനവിഭാഗത്തിന് ദൈവം നൽകുന്ന മഹത്തായ സന്ദേശങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു വേദഭാഗം കൂടിയാണ് മർക്കോസ് എഴുതിയ സുവിശേഷം. 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ ചരിത്രഭാഗങ്ങളെ ആലേഖനം ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും വ്യത്യസ്തമായ ഭാഷ കൊണ്ടും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടും മർക്കോസ് അതിൽ നിന്ന് വ്യതിരിക്തമായ ഒരു രൂപം കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തെ ആധാരമാക്കി നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചു വരുന്നത്. നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. നമ്മളിന്ന് 9ാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 8 പാഠങ്ങളിലും 10ാമത്തെ അധ്യായം വരെയുള്ള മർക്കോസിൻ്റെ സുവിശേഷങ്ങളെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ചും യേശുവുമായി അടുത്ത് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളെക്കുറിച്ചും യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ചും അവൻ്റെ അനുയായികളെക്കുറിച്ചും അവൻ്റെ ഉപമകളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ഇതുവരെയും നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. ഇന്ന് 11, 12 അധ്യായങ്ങളിലായി ചില ചരിത്രഭാഗങ്ങളെ നമ്മൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പേര് യെരുശലേം വിവാദങ്ങൾ എന്നാണ്. യെരുശലേം വിവാദങ്ങൾ. ഇതിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 11ാം അധ്യായം 1 രാജാക്കന്മാർ 32 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത വാക്യങ്ങൾ, സഖര്യാവ് 9:9, 10, യെശയ്യാവ് 5:7, ഇരമ്യാവ് 7:11, മർക്കോസ് എഴുതിയ സുവിശേഷം 12ാം അധ്യായം തുടങ്ങിയ വേദഭാഗങ്ങളെ ആധാരമാക്കിയാണ് ഇന്നത്തെ ഈ പഠനം നമ്മൾ നടത്തുന്നത്. മനപാഠവാക്യം ഇങ്ങനെ പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11ാം അധ്യായത്തിൻ്റെ 25ാമത്തെ വാക്യം: നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നോക്കൂ, വളരെ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരുപക്ഷെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ച സ്വർഗത്തിലെ പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങളുമായി നമുക്ക് ബന്ധം ആരോപിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ എന്നാണ് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ജീവിതം ക്ഷണഭങ്കുരമാണ്. ഒരു ജലകുമിള അതിൻ്റെ മനോഹാരിത മുഴുവനും പ്രകടമാക്കിയിട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന്. നമുക്ക് ജീവിക്കാൻ മനോഹരമായ ഒരു ചുറ്റുപാട്, പ്രകൃതി ഒക്കെ ഒരുക്കിയാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്, അല്ലേ? 6 ദിവസം കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ സങ്കല്പം എന്തായിരുന്നിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം പ്രകൃതിയെ മുഴുവനും ഒരുക്കിയ ശേഷമാണ് മനുഷ്യനെ തൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നത്. അതായത് മനുഷ്യന് അധിവസിക്കാൻ, മനുഷ്യന് അതിജീവിക്കാൻ, ഉപജീവിക്കാൻ, മനുഷ്യന് അവൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും ദൈവികമായ അനുഗ്രഹങ്ങളോടും കൂടെ ജീവിക്കാൻ അതിമനോഹരമായ ഒരു പറുദീസയാണ് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ്റെ ചെയ്തികൾ കൊണ്ട് ഇന്ന് അത് ഏത് പരിധി വരെയാണ് വന്നു നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളുമൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഹജീവികളോട് നമ്മൾ കാണിക്കേണ്ട ഒരു മനോഭാവം എന്തായിരിക്കണം?
മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അപ്രോച്ച്, ആ അപ്രോച്ചിൽ വരുത്തേണ്ടെന്നുള്ള ചില മാറ്റങ്ങൾ തീർച്ചയായും എല്ലാ കാലത്തും വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് റീകാലിബറേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക. നമ്മുടെ സമീപനത്തിലും നമ്മുടെ മനോഭാവത്തിലും നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന്, വളരെ പ്രധാനപ്പെട്ട ഒരു കോമ അവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ മറ്റാരോടെങ്കിലും വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോടും ക്ഷമിച്ച ശേഷം വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ. അല്ലാത്ത പക്ഷം നാം ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെപ്പറ്റി തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുകയും നമ്മുടെ സഹജീവികളോട്, നമ്മുടെ സഹസമൂഹത്തോട് നമ്മൾ ഏത് വിധത്തിലാണ് പെരുമാറുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്ത ശേഷം വേണം പ്രാർത്ഥിക്കുവാനായി ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടത് എന്ന് ഈ വേദഭാഗം നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പാഠഭാഗത്തിൽ മാർക്കോസ് എഴുതിയ സുവിശേഷം 11, 12 അധ്യായങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. 2-3 പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഈ പ്രധാന ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന് കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് ഉള്ള യേശുക്രിസ്തുവിൻ്റെ പ്രവേശമാണ്. അതിന് ഒരുക്കിയിട്ടുള്ള മനോഹാരിത എത്രത്തോളം വലുതാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഒരു ചരിത്രപരമായും മനഃശാസ്ത്രപരമായും ആ സംഭവത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, നമുക്ക് നമ്മൾ മനപാഠവാക്യത്തിൽ പഠിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോടുള്ള മനോഭാവം ഏത് വിധത്തിലായിരിക്കണം, പരീശന്മാർ എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ടത്, അതിനോട് ക്രിസ്തുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു, സമൂഹത്തോടുള്ള ചെയ്തികളോടുള്ള ക്രിസ്തുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ 2-3 സുപ്രധാനമായ ചരിത്ര സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിനെയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഇന്നത്തെ പാഠം ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠഭാഗം വിജയകരമായ പ്രവേശനം എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ രാജാവായി അവരുടെ ഇടയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു സൂചകം ആണ്. വളരെ പ്രതീകാത്മകമായി, വളരെ സിംബോളിക്കായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ വായിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും സഖരിയാവ് 9-ന്റെ 9, 10 വാക്യങ്ങളുമാണ്. എൽ ജി വൈറ്റിൻ്റെ ഒരു കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ദ ഡിസയർ ഓഫ് ഏജസ് എന്ന പുസ്തകത്തിൻ്റെ 569-ാമത്തെ പുറത്തിൽ എൽ ജി വൈറ്റ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: യേശുവിൻ്റെ ജനനത്തിന് 500 വർഷം മുമ്പ് ഇസ്രായേലിൽ ഒരു രാജാവ് വരുന്നതിനെക്കുറിച്ച് സഖരിയ പ്രവാചകൻ പ്രവചിച്ചു. ഈ പ്രവചനം ഇപ്പോൾ നിറവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതുവരെ രാജകീയ ബഹുമതികൾ തള്ളിക്കളഞ്ഞവൻ ദാവീദിൻ്റെ സിംഹാസനത്തിന് വാഗ്ദത്ത അവകാശിയായി വരുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന സഖരിയ പ്രവാചകൻ യെരുശലേമിലേക്കുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെ പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഭാഗമാണ് സഖരിയാവിൻ്റെ പ്രവചനം. 9-ാം അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും, പടിവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവും ആയിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും എന്ന് അവിടെ എഴുതിയിരിക്കും. നോക്കൂ,
അതിൽ ആദ്യത്തെ 2 വാക്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് 9-ാമത്തെ വാക്യം, 9-ാം അധ്യായത്തിൻ്റെ സഖര്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. വെറുതെ കേട്ടുപോവുക എന്നതിനപ്പുറത്ത് ഞാൻ വായിക്കുന്നത്, അത് ഏത് അധ്യാപകൻ പഠിപ്പിക്കുന്നതായിരുന്നാലും ആ വായിക്കുന്ന ഭാഗം ഒന്ന് നോക്കിപ്പോകാൻ, ഒന്ന് കൂടെ വായിച്ചു പോകാൻ നിങ്ങളുടെ കയ്യിൽ ബൈബിളും കൂടെ ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പ്രവചന ഭാഗത്ത് കർത്താവ് യേശു, ഇതിനെയാണ് എൽ ജി വൈറ്റ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 500 വർഷം മുമ്പ് ഇസ്രായേലിൽ ഒരു രാജാവ് വരുന്നതിനെക്കുറിച്ച് സഖര്യാവ് പ്രവചിച്ചു. അതെങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത്? യെരുശലേം പുത്രിയെ, അല്ലെങ്കിൽ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, ആർപ്പിടുക. യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുത് കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് അവിടെ പറയുന്നു. നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അവൻ ശിഷ്യന്മാരോട്, അവർ ബേത്ഫാഗയിലും ബഥാന്യയിലും എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചിട്ട് അവർ പറയുകയാണ്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കടന്നാലുടൻ തന്നെ നിങ്ങൾക്ക് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കാണും, അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരണം. നിങ്ങൾ അത് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിൽക്കുന്നവർ, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് അഴിക്കുന്നത്, എന്തിനാണ് അതിനെ അഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് യേശുവിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ അവരോട് പറയണം. അപ്പോൾ അവർ അതിനെ അനുവദിക്കും. നിങ്ങളതിനെ അഴിച്ചുകൊണ്ട് വരിക. അവർ ഇങ്ങനെ ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവരുടെ വസ്ത്രങ്ങൾ ഊരി ഈ കഴുതപ്പുറത്ത് ഇടുന്നു. യേശു കഴുതപ്പുറത്ത് കയറി വരുന്ന വരവിൽ അവിടെ ചുറ്റും നിന്ന ആളുകൾ, അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു കൊടുത്തു, പരവതാനികളായി വിരിച്ചു കൊടുത്തു. ചിലർ പറമ്പുകളിൽ നിന്ന് ചെടികളൊക്കെ, ഇലകളൊക്കെ വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ ഇങ്ങനെ പറഞ്ഞു, ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തം കൊണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞു. നോക്കൂ, അവിടെ കർത്താവ് യേശു ക്രിസ്തു, ഞാൻ ഈ ഭാഗം വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തു? അത് സഖര്യാവിൻ്റെ പ്രവചനത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവും പറയുന്നുണ്ട്. അവൻ രാജാവാണ്, അവന് കുതിരപ്പുറത്ത് വരാമായിരുന്നു, അവന് രഥങ്ങളിൽ വരാമായിരുന്നു. സഖര്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരകളെയും ഛേദിച്ച് കളയും, പടിവില്ലും ഒടിഞ്ഞു പോകും, അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും, അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആകും എന്ന് യഹോവയായ ദൈവം സഖര്യാവിലൂടെ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഖര്യാവിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് സഖര്യാവ് പറഞ്ഞതാണ്. പക്ഷേ സഖര്യാവിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടാണ് സഖര്യാവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്? കഴുതപ്പുറത്ത് യാത്ര ചെയ്യുക എന്ന ആശയം എപ്പോഴും ഒരു താഴ്മയുടെ പ്രതീകത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എൽ ജി വൈറ്റ് ഇവിടെ നമ്മോട് പറഞ്ഞതുപോലെ ഡിസയർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൻ്റെ 569-ാമത്തെ പേജിലാണ് അവരത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിന് 500 വർഷം മുമ്പ് ഇസ്രായേലിൽ ഒരു രാജാവ് വരുന്നതിനെക്കുറിച്ച് സഖര്യാവ് പ്രവചിച്ചു എന്ന് പറയുന്നത്. നോക്കൂ, അവൻ ഒരു കഴുതപ്പുറത്ത് കയറി വരുന്നത്, പല രാജാക്കന്മാരും ഇതിനു മുമ്പും പല രാജാക്കന്മാരുടെയും വരവിനെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നത്. 1 രാജാക്കന്മാർ 1-32 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അദോനിയാവ് സിംഹാസനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ തോൽപ്പിച്ചിട്ട് ദാവീദ് കുതിരപ്പുറത്ത് കയറി, ഒരു കോവർ കഴുതയുടെ കുതിരപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിനെയും ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തു കഴുതപ്പുറത്ത്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത എന്നാണ് പറയുന്നത്. അത്രത്തോളം ആ ഒരു കഴുതയുടെ പുറത്ത്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയുടെ പുറത്ത് കയറി അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഹോശന്ന പാടുകയാണ്. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ രക്ഷിക്കുക. അവർ ഹോശന്ന പാടുന്നു. അവർ പറയുന്നതാണ്, ദൈവത്തിന് സ്തോത്രം, ആർത്ത് വിളിച്ചുകൊണ്ട്, ആർപ്പ് വിളികളോടുകൂടെ. അതാണ് സഖര്യാവ് പറയുന്നത്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ എന്ത് ചെയ്യുക? ആർപ്പിടുക, നിന്റെ രാജാവ് ഇതാ നിന്റെ അടുക്കലേക്ക് വരുന്നു.
അവൻ വന്നെന്ത് ചെയ്യുന്ന അവൻ്റെ ചുറ്റും നിന്ന പുരുഷാരത്തോട്, വലിയ പുരുഷാരത്തോട് അവൻ സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയാണ്. ഇവിടെ ഒരു ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാഠപുസ്തകമുള്ളവർ തുറന്നു നോക്കുമ്പോൾ 64-ാമത്തെ പേജിൻ്റെ മധ്യഭാഗത്ത് ഏതാണ്ട് 24,000 അടി ഉയർന്ന ഒരു മലമ്പ്രദേശത്താണ് യെരുശലേം സ്ഥിതി ചെയ്യുന്നത്. ആ പട്ടണത്തിൽ അന്ന് ഏകദേശം 40,000 മുതൽ 50,000 വരെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ പെസഹ ദിവസം അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും അനേകായിരം ആളുകൾ അവിടെ വന്നു കയറുമായിരുന്നു. ടെമ്പിൾ മൗണ്ട് എന്ന് അറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ഏകദേശം 280 ഏക്കർ മാത്രമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ആ പ്രദേശത്ത് ഒരു ആലയ സമുച്ചയം ഉണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ ഒരു ആലയ സമുച്ചയം ഉണ്ടായിരുന്നു. ഒരു വലിയ ആലയത്തിന് ചുറ്റും ആളുകളൊക്കെയും പെസഹ ആചരിക്കാൻ വേണ്ടി വന്നുകൂടിയിരുന്നു. അവരുടെ മുമ്പിൽ ഒരു രഹസ്യവുമില്ലാതെ അവരോട് സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ, രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇത് ഈ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗം അവൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഘട്ടം മാത്രമായി അവശേഷം മാത്രമാണ് നമുക്ക് ഈ ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഈ ചരിത്ര പശ്ചാത്തലമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഒരു താഴ്മ, അവൻ്റെ ഉള്ളിലെ വിനയം, അവൻ്റെ ഉള്ളിലെ ഭാവം, എപ്പോഴും അവനെ അനുസരിച്ചിരുന്ന, അവനെ സ്നേഹിച്ചിരുന്ന, അവനെ ബഹുമാനിച്ചിരുന്ന, അവനെ ആരാധിച്ചിരുന്ന സാധാരണക്കാരായ ജനസമൂഹത്തോടൊപ്പം, അബലരും ആലംബഹീനരുമായിരുന്ന ജനസമൂഹത്തോടൊപ്പം ആയിരുന്നുകൊണ്ട് അവൻ രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ സാമ്രാജ്യത്തെക്കുറിച്ച്, പിതാവിൻ്റെ സന്നിധിയെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തി എന്നാണ് നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിച്ച് തരുന്നത്. നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നമുക്കിവിടെ പ്രധാനമായി വരുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം അവസാനിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടുകൂടി ബഥാന്യയിലേക്ക് പോയി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ യേശു എവിടെ വരുന്നുണ്ട്? ബഥാന്യ വിട്ട് വരുമ്പോൾ അവന് വളരെയധികം വിശന്നു. അവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുകയാണ്. ഒരു പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് പല ആളുകളും ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്ന ഒരു സാഹചര്യം, ഒരു സംഭവം അവിടെ അരങ്ങേറുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 13ഉം 14ഉം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ട് അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാർ അത് കേട്ടു എന്ന് പറഞ്ഞു. നമുക്കവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺട്രഡിക്ഷൻ, നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്നത്, യേശു ക്രിസ്തുവിൻ്റെ എന്തുകൊണ്ട് യേശു അങ്ങനെ അത്തിവൃക്ഷത്തിനെ ശപിച്ചു എന്ന് ചിന്തിക്കാനിടയാകുന്ന, അങ്ങനെ അവന് ദേഷ്യം വന്നു എന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ശപിച്ചു, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്തായിരുന്നു? അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും അവൻ അതിനെ എന്തുകൊണ്ടാണ് ശപിക്കുന്നത് എന്ന് ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതിനു മുമ്പ് അന്നത്തെ യെരുശലേമിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം ഇവിടെ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെന്ന പോലെയല്ല, ഇന്നത്തെ പോലെയല്ല. ഇന്നെല്ലാവരും നമുക്ക് 1 സെൻറ്റ് വസ്തു ഉണ്ടെങ്കിലും 1/2 സെൻറ്റ് വസ്തു ഉണ്ടെങ്കിലും അതിനെ വേലിയൊക്കെ കെട്ടി അതിരൊക്കെ തിരിച്ച് നമ്മുടേത്, എൻ്റേത്, അതിനകത്ത് നിന്നൊരു ഇല ആരെങ്കിലും പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചോദ്യം ചെയ്യും, എന്തിനാണ് നീ അത് പറിക്കുന്നത്? എൻ്റെ വസ്തുവിൽ നിന്ന്, എൻ്റെ വകയിൽ നിൽക്കുന്ന എൻ്റെ മരത്തിലെ ഇല എന്തിന് നീ പറിച്ചു എന്ന് ചോദിക്കുന്ന കാലമുണ്ട്. അല്ലെങ്കിൽ അതിനകത്തൊരു പഴം നിന്നില്ല, എന്തിനാ പഴം പറിച്ചു? അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത്, നമ്മുടെ വകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുസ്ഥലത്ത് നിന്നാൽ പോലും പലപ്പോഴും നമ്മുടെ അവകാശം നമ്മളതിൽ സ്ഥാപിച്ച് ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ യെരുശലേമിൽ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം കിട്ടുമോ എന്ന് ഞാൻ അതിലേക്ക് പോയി, അതിലൊരു മോഷണമാവുകയില്ല. കാരണം ഒരുവന് അയൽക്കാരൻ്റെ വയലിലോ കായ്കനിത്തോട്ടത്തിലോ വിശപ്പടക്കുന്നതിന് ഭക്ഷിക്കാം. ഇതായിരുന്നു ആ പഴയ നിയമ കാലഘട്ടത്തിലെ നിയമം. വിശപ്പടക്കുന്നതിന് എന്തു ചെയ്യാം? വിശന്ന് വരുന്നവന് വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ളത് അന്ന് എന്തു ചെയ്യാം? അങ്ങനെ പറിച്ച് ഭക്ഷിക്കാം, അല്ലേ? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഈ രാജാക്കന്മാർ
രാജഭരണമൊക്കെ നിലനിർത്തുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ വലിയ മരങ്ങളൊക്കെ ഈ പാതയോരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാവും പ്ലാവും അത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളാണ് ഒട്ടുമിക്കതും നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ ഫലവൃക്ഷങ്ങൾ ഇങ്ങനെ വന്ന് വീണത്, വന്ന് പാതയോരങ്ങളിൽ വന്നത്, അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടും ഇത് തന്നെയായിരുന്നു നാട്ടുവഴികൾ എന്ന് പറയുന്നത്. അന്നൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അധികാരികൾ, അന്ന് നമ്മൾ ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും അധികമില്ലല്ലോ, അന്ന് കാൽനട യാത്രയാണ് കൂടുതൽ. അങ്ങനെ നടയാത്രയായി പോകുന്ന ആളുകൾക്ക് അവർക്ക് ക്ഷീണിച്ചാൽ ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു തണൽ മരമാണ് ഒന്ന് ഈ മരം. രണ്ട്, ആ തണൽ മരം വെറും തണൽ മരമായാൽ പോരാ, ആ വിശന്ന് വരുന്നവന് അന്നേരം എന്ത് കൊടുക്കണം? ഒരു നേരത്തെ പഴം അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടുന്ന വിധത്തിലുള്ള മരങ്ങളാണ് അന്നത്തെ അധികാരികൾ വെച്ച് പിടിപ്പിച്ചിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു അത്തരം ഒരു സാഹചര്യത്തിലാണ് അവിടെ എത്തിയത്. അവന് വിശന്ന് വലഞ്ഞാണ് അവിടെ എത്തിയത്. പഴം കഴിക്കാമല്ലോ എന്ന, മരം കണ്ടിട്ട് പഴം കഴിക്കാമല്ലോ എന്ന ആശയത്തിലാണ് അവൻ അവിടെ എത്തിയത്. പക്ഷേ ആ സമയത്ത് ആ ഫലം അതിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ്, തക്ക സമയത്ത് ഫലം കിട്ടാത്തത് കൊണ്ടാണ് അവനതിനെ ശപിച്ചത് എന്ന്, ഇതൊരു വിചിത്രമായ അസാധാരണമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അസാധാരണമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയാണോ നിൽക്കുന്നത് എന്നാണ്. അവിടെ വരുന്നത് മറ്റാരുമല്ല, സൃഷ്ടാവാണ്, രാജാവാണ് വരുന്നത്, അധികാരിയാണ് വരുന്നത്, അവകാശിയാണ് വരുന്നത്. ആ അവകാശി വരുമ്പോൾ തക്ക സമയത്ത് നമ്മൾ ഒരുങ്ങി നിന്നില്ല എങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? ശാപമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരത്തിലുള്ളൊരു ആശയത്തിൽ ഊന്നി വേണം നമ്മൾ ആ സംഭവത്തിനെ മനസ്സിലാക്കണം. അടുത്ത് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തുടർന്ന് അവൻ യെരുശലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവൻ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ആ ദിവസത്തെ സംഭവത്തിൽ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് കോപിക്കുകയാണ്. എന്താണ്? അവൻ യെരുശലേം ദേവാലയത്തിൽ വന്നപ്പോൾ ആ ആലയത്തിനുള്ളിൽ നടക്കുന്നത് എന്താണ്? കച്ചവടമാണ്, അല്ലേ? ഇന്നും ലോകത്തിൻ്റെ എമ്പാടുമുള്ള പല ആരാധനാലയങ്ങളുടെ ചുറ്റുപാടും കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ത് തന്നെയാണ്? കച്ചവടമാണ്. ഒരുപക്ഷെ സുവിശേഷ കച്ചവടം നടക്കുന്നുണ്ടാവാം. രണ്ടാമത് കാരണം പൈസ കൊടുത്ത് ഈ പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ടാവും. രണ്ടാമത് അവിടെ ചുറ്റുപാടും എന്താണ്, മറ്റ് ജീവജാലങ്ങളുടെ ആളുകളുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് പോകും. ആഘോഷങ്ങളിൽ, ആരാധനയിൽ ആത്മാർത്ഥമായി, ആ ഒരു ദൈവാലയത്തിലാണ് ആരാധന നടക്കുന്നതെങ്കിൽ ആ ദൈവാലയത്തിലെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി വന്നുകൂടി അതിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ നാമത്തെ മഹത്വീകരിച്ച് അവന് സ്തോത്രം പറഞ്ഞ് അവന് ഹോസന്ന പറഞ്ഞ് പോകുന്നവരെത്ര? പല ആളുകളും ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വന്നു കയറുന്നത്. ഈവൻ നമ്മുടെ സഭകളിൽ നടക്കുന്ന ഒരു കൺവെൻഷൻ ആയിരുന്നാൽ പോലും അവിടെ നടക്കുന്ന ആ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന പുരോഹിതൻ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ പ്രാസംഗികൻ പ്രസംഗിക്കുന്ന കാര്യം എന്താണ് എന്ന് വ്യക്തമായി ആത്മാർത്ഥമായി എത്ര പേരാണ് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്? സ്വയം ആലോചിക്കുക. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം കർത്താവ് യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിലെ പൊന്മാണിഭക്കാരെയും പ്രാക്കളെ കച്ചവടം ചെയ്യുന്നവരെയും അവിടെ നിന്ന് പുറത്താക്കുകയും അവരുടെ പീഠങ്ങളെ മറിച്ചിടുകയും ചെയ്തത് എന്നുള്ളത്. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ എൻ്റെ ആലയത്തിനെ എന്താക്കി തീർത്തു? കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി തീർത്തു. അതിനെ എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അല്ലേ? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള, സമാധാനത്തോടുകൂടി ഒന്ന് രണ്ട് വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാൻ, ആത്മാർത്ഥമായ നെഞ്ചുരുകി ഒന്ന് കരഞ്ഞിട്ട് പോകാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ചിട്ട് പോകാനുള്ള ഒരു ഇടമായി ദൈവാലയം മാറണം. നമ്മുടെ ആലയങ്ങളൊക്കെ പലപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു വൈരുദ്ധ്യം, അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. ഒരുപക്ഷെ ആരാധനയുള്ള ദിവസം, ആരാധനയുടെ സമയം മാത്രമാകുമ്പോൾ ആലയം തുറക്കുന്നു, ആരാധന കഴിയുന്നു. ടൈം ബൗണ്ടാണല്ല, ആരാധന കഴിയുന്നു, നമ്മൾ കൃത്യമായിട്ട് തിരിച്ചു പോകുന്നു, നമ്മുടെ കാര്യങ്ങളിലേക്ക് മുഴുകുന്നു. അതിനപ്പുറത്ത് അതിൻ്റെ ഒരു പ്രോമിനൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം, ആ ദിവസത്തിൻ്റെ പ്രാധാന്യമോ ആരാധനയുടെ പ്രാധാന്യമോ എത്രത്തോളം ഉണ്ടാകുന്നു, ആ ആരാധനയുടെ മഹത്വത്തെ ആ ദിവസം മുഴുവൻ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്കും അതിൽ നിന്ന്
എന്താണ് മാറ്റമില്ല. നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തുകയും സ്വയം ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആലയം അടച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനകത്ത് വന്നു ഒരാൾക്ക് പ്രാർത്ഥിക്കണം? ഒരാൾക്ക് സങ്കടമുണ്ട്, ഒരാൾക്ക് ഭയങ്കര വേദനയുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ പള്ളിയുടെ നടയിൽ വരുമ്പോൾ പള്ളി പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് കയറിയിരുന്ന് അങ്ങനെ പറയും നടയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കാര്യക്കാരൻ ആരാണെന്ന് വെച്ചാൽ അയാൾ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് വന്നിട്ട് തുറന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീണ്ടും പൂട്ടി താക്കോലും കൊണ്ട് കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥ അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് സകല ജാതികൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാലയമാണ്. നമ്മൾ ആ ആലയത്തിൻ്റെ അവകാശം ആരുടെയും പേരിൽ എഴുതി കൊടുത്തിട്ടുള്ളത് ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദൈവത്തിൻ്റെ ആലയം അവിഹിതമായ വ്യാപാര ബന്ധങ്ങളുടെ ഒരു കേന്ദ്രമാകരുത് എന്നാണ് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ ആലയം അവിഹിതമായ ഒരു വ്യാപാര കേന്ദ്രം ആകരുത്, കച്ചവട കേന്ദ്രം ആകരുത്, കച്ചവട താല്പര്യത്തോടു കൂടി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരരുത്. അതിന് നമുക്കൊരുപാട് സ്ഥലങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഒരു കുറച്ച് വാക്യങ്ങൾക്കിടയിൽ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ 2 സുപ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒന്ന്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് എന്ന് പറഞ്ഞത് സകലരും ഏത് സമയത്തും കർത്താവ് യേശു ക്രിസ്തു നമ്മിൽ നിന്നുള്ള ഫലം ചോദിക്കാൻ വേണ്ടി നമ്മുടെ അരികിലേക്ക് വരും. നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ്. നിറയെ ഇലകളുള്ള ഒരു നല്ല കൊഴുത്തു നിൽക്കുന്ന ഒരു അത്തിവൃക്ഷമായിരുന്നു അത് അല്ലേ? അതിൻ്റെ മനോഹാരിത ദൂരെ നിന്ന് കണ്ടിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഓടി വരുന്നത്. അങ്ങനെ നിറയെ ഇലകളുള്ള നല്ല ഭംഗിയുള്ള ഒരു അത്തിവൃക്ഷമായി നിന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് അതിൽ നിന്ന് ഫലം ഉണ്ടാകേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് അത്തിവൃക്ഷത്തിൻ്റെ സീസൺ അല്ലായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഏത് സമയത്തും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്ന ഒരു ആശയമാണ് നമുക്കവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, നമ്മുടെ ദേവാലയവുമായുള്ള നമ്മുടെ നിരന്തര ബന്ധത്തിനെ, ദൈവവുമായുള്ള നമ്മുടെ നിരന്തര ബന്ധത്തിനെ അടയാളപ്പെടുത്തുന്ന 2 സംഭവങ്ങളാണ്, 2 ചരിത്ര സംഭവങ്ങളാണ് ഈ 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മുടെ ദേവാലയം ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ആലയമാണോ? അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ? ചില വൈശിഷ്ട്യമാർന്ന സന്ദർഭങ്ങളിലല്ലാതെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ കൃത്യമായി സമയം വെച്ച് കണക്ക് കൂട്ടി കാൽക്കുലേഷൻ നടത്തിയല്ലാതെ നമ്മുടെ ഏത് സമയത്താണ് നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാൻ തോന്നുന്നത്, അങ്ങനെ നമ്മൾ പോകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. നാം ദൈവത്തിലേക്ക് അടുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതോ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയാണോ? അകലെയാണ് എങ്കിൽ നാം ദൈവത്തിൻ്റെ അരികിലേക്ക് അടുക്കുക എന്നൊരാശയമാണ് ഈ പാഠഭാഗം നമുക്ക് നൽകുന്നത്. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ചത്തെ പാഠഭാഗം, നിങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയുമെന്ന് ആര് പറഞ്ഞു എന്നാണ് ചോദ്യം. ഒരു ചോദ്യചിഹ്നമുള്ള തലക്കെട്ടാണ്. ഇതിൽ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ്. 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും തുടർന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു വാക്യമാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നത്. യേശു ക്രിസ്തു ആരാണ് എന്ന് അപ്പോഴും മനസ്സിലാക്കാത്ത, അവനോട് എതിർത്തിരുന്ന, അവനെ അവിശ്വസിച്ചിരുന്ന അധികാര കേന്ദ്രങ്ങൾ അന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ലോകമെമ്പാടും അറിയിക്കാൻ തുടങ്ങിയിട്ട് 2024 വർഷങ്ങളായിട്ടും അല്ലേ, 2024 വർഷങ്ങളാണ്, അതിനപ്പുറം ആയിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിൽ യേശുവിനെ അംഗീകരിക്കാത്തവരുടെ എണ്ണം എത്രമാത്രം അധികമാണ്. കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ നടക്കുന്നവരുടെ എണ്ണം എത്രമാത്രം അധികമാണ്. അവിശ്വസിക്കുന്നവരുടെ എണ്ണം എത്രമാത്രം അധികമാണ്. ആരാധിക്കാത്തവരുടെ എണ്ണം എത്രമാത്രം അധികമാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിൻ്റെ സ്ഥിതി നമുക്ക് പറയേണ്ടതുണ്ടോ?
അവരോട് പറയുന്ന, അവരുടെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠം പഠിച്ച സമയത്ത് കർത്താവ് യേശുക്രിസ്തു അത്തിവൃക്ഷത്തിനെ ശപിച്ചു എന്ന് പറഞ്ഞു. ആ ശപിച്ച സന്ദർഭം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് പത്രോസിന് ഈ സന്ദർഭം ഓർമ്മ വന്നിട്ട് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന്, നീ എന്തുകൊണ്ടാണ് അത്തിവൃക്ഷത്തിനെ ശപിച്ചത്, അത് ഉണങ്ങിപ്പോയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു അവന് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ എന്നാണ്. ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, അല്പം പോലും വിശ്വാസം കുറവില്ലാതെ ഈ മലയോട് നീങ്ങി കടൽ ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അല്ലേ? സംശയിക്കാതെ എന്ന് പറഞ്ഞു പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കരുത്. അപ്പോൾ സംശയത്തോടെ ചോദിക്കുന്നത്. പരീക്ഷിക്കാതെ പൂർണ്ണമായ ഒരു വിശ്വാസത്തോടു കൂടി. അതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. വിശ്വാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിനിടയിൽ ഉണ്ട്. ഓരോ ക്രിസ്ത്യാനിയിലും ഉണ്ട്. അവിശ്വാസത്തോടു കൂടിയോ അല്പവിശ്വാസത്തോടു കൂടിയോ അന്ധവിശ്വാസത്തോടു കൂടിയോ ദൈവത്തെ സമീപിക്കരുത്. അവിടെ ആവശ്യം എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഭക്തിയോട് കൂടിയുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പലതും നമുക്ക് കിട്ടാത്തത്. നമ്മൾ നേർച്ചകൾ നേർന്നിട്ട് പ്രാർത്ഥിക്കും, എനിക്കിങ്ങനെ ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. അത് കണ്ടീഷൻഡ് പ്രയറാണ്. കണ്ടീഷൻ പ്രയർ, വ്യവസ്ഥ ഉള്ള പ്രാർത്ഥന. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യവസ്ഥ വയ്ക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരാവശ്യമുണ്ട്, പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വീട്ടിൽ അപ്പനോട് നമുക്കൊരാവശ്യമുണ്ട്, അല്ലേ? നമുക്കൊരാവശ്യമുണ്ട്. ഒരു പരീക്ഷയ്ക്ക് പോവുകയാണ്, ഒരു പേന വാങ്ങിക്കണം, അപ്പനോട് ചോദിക്കണം. അപ്പനോട് എങ്ങനെ ചോദിക്കും? അപ്പാ, നീ എനിക്ക് പേന വാങ്ങിച്ചു തന്നാൽ ഞാൻ നിനക്ക് ഇന്നത് ചെയ്തു തരാം എന്ന് നമ്മൾ അപ്പനോട് പറയുമോ? ഇല്ല. നമുക്ക് പേന വേണം, ദാറ്റ്സ് അവർ ഡിമാൻഡ്. അത് നമ്മുടെ നെസസിറ്റിയാണ്, നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ പേന വേണം, പേന കിട്ടിയാൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് നമ്മളത് വേണം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയും. അത് നമ്മുടെ ആവശ്യമാണ് എന്ന് കണ്ടിട്ട് അപ്പം നമുക്കത് വാങ്ങിത്തരും, അല്ലേ? വാങ്ങിത്തരാതിരിക്കില്ല. അങ്ങനെ ഒരു പൂർണ്ണ മനസ്സോടുകൂടെ പ്രാർത്ഥിപ്പിൻ എന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത്, നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നമ്മൾ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കുക. നമ്മൾ ആരുടെത്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് മാപ്പപേക്ഷിക്കുക. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, നമ്മുടെ മനപ്പാഠവാക്യം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിൻ. ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇപ്രകാരം കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും നേരിൻ്റെയും സുവിശേഷം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിൽക്കുന്ന സമയത്താണ് അവൻ യെരുശലേമിൽ ചെന്നപ്പോൾ ദേവാലയത്തിൽ ചുറ്റി നടക്കുന്ന മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നിട്ട്, നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന്, ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് ആര് തന്നു എന്ന് അവനോട് ചോദ്യം ചോദിക്കുന്നത്. ഇത് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നതാണ്, ഈ ജനത്തിനെ ഉപദേശിക്കാനുള്ള അധികാരം നിനക്ക് തന്നതാണ്.
ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ വലിച്ചു പറിച്ച് കളയാനുള്ള അധികാരം നിനക്ക് തന്നതാരാണ്? ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് ഇവരെയൊക്കെ ഓടിക്കാൻ നിനക്ക് അധികാരം തന്നതാരാണ്? ഇവരെയൊക്കെ ഞങ്ങളാണ് ഇവിടെ ആക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരോടൊരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങളോട് ഞാനിതിന് മറുപടി പറയാം. എന്താണ്? യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത്? കുഴഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എല്ലാവരും കുഴഞ്ഞു. അവർ ചിന്തിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്നുകൊണ്ട് ജനത്തെ ഭയപ്പെട്ട് അവർ യേശുവിനെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞ്, എന്നാൽ ഞാനും ഇത് തന്നെ അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. ഞാനും ഇന്ന അധികാരം കൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് യേശു അവരെ അവിടെ നിന്ന് അയക്കുകയാണ്. നോക്കൂ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അധികാരം എപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തിലെ അധികാരം ദൈവത്തിനാണ്. ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൽ നിന്നാണ് അധികാരം. കർത്താവിനാണ് അവിടുത്തെ അധികാരം. ഇതിനൊക്കെ നിനക്ക് അധികാരം തന്നത് ആരാണ് എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കാനുള്ള അധികാരം ഈ മഹാപുരോഹിതന്മാർക്കും തച്ചന്മാർക്കും എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവർ ദൈവനിഷേധം മനസ്സിൽ ചിന്തിച്ചത് കൊണ്ടാണ് അവർക്ക് അപ്രകാരം സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. യേശുവിൻ്റെ മുമ്പിൽ അവർക്ക് മറുപടിയില്ലാതെയായി. അവർ കച്ചവടത്തിൻ്റെ ആ പ്രദേശത്ത് അതിൻ്റെയൊക്കെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ദൈവനിഷേധികളായി ജീവിക്കുന്ന ആളുകളായിരുന്നു. അവർ അതിൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് ആലയത്തോടുണ്ടായിരുന്ന മമത, ആലയത്തോടുണ്ടായിരുന്ന സ്നേഹം എന്തായിരുന്നു അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും അവർ യേശു ക്രിസ്തുവിൻ്റെ ചോദ്യങ്ങളിൽ അവിടെ തടിച്ചുകൂടിയിരുന്ന പുരുഷാരത്തിൻ്റെ എണ്ണം കണ്ട് അവർ പേടിച്ച് ഭയപ്പെട്ട് അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ഈ തരുണത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞ് ആ ജനത്തിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യേശു ആരാണ്? നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഒരു യജമാനൻ അയാൾക്ക് ഒരു മുന്തിരിത്തോട്ടമുണ്ടാക്കി, അവിടെ അവൻ്റെ കുടിയാന്മാരെ കാവലാക്കി. അവൻ പരദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര പോയിട്ട് തിരികെ വന്നിട്ട് അതിൻ്റെ ഫലമെടുക്കാൻ വേണ്ടി ആദ്യം ഒരു ദാസനെ ഈ തോട്ടത്തിലേക്ക് അയക്കുന്നു. ആ ദാസനെ ആ കുടിയാന്മാർ തല്ലി അടിച്ച് ഓടിച്ച് തിരികെ അയക്കുന്നു. വീണ്ടും 2-3 ദാസന്മാരെ അയക്കുന്നു. അവരെ തല്ലി കൊല്ലുന്നു. വീണ്ടും അവനെന്ത് ചെയ്യുന്നു? അവൻ്റെ മകനെ ആ തോട്ടത്തിൻ്റെ ഫലമെടുക്കാൻ വേണ്ടി അയക്കുന്നു. ആ മകനെ കണ്ടിട്ട് അവർ തോട്ടത്തിൻ്റെ ഉടയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഒരു പ്രിയമകൻ ഉണ്ടായിരുന്നു, അവനെ അവർ അയച്ചപ്പോൾ ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു, വരുവിൻ ഇവനെ നാം കൊല്ലുക, എന്നാൽ അവകാശം നമുക്ക് ആകും എന്ന് പറഞ്ഞ് അവർ അവനെ പിടിച്ച് കൊന്ന് തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടയനായവൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു എന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞു എന്നവർ ഗ്രഹിച്ചിട്ട് അവനെ പിടിപ്പാൻ ഭയപ്പെട്ട് അവർ പുരുഷാരത്തെ വിട്ട് അവിടെ നിന്ന് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്ന് അവിടെ കൂടിയിരുന്ന മഹാപുരോഹിതന്മാർക്കും ശിഷ്യന്മാർക്കും ശാസ്ത്രിമാർക്കും സകല ജനത്തിനും സാക്ഷ്യമായി അവനൊരു ഉപമ പറഞ്ഞു കൊടുത്തതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടിയുടെയും അവകാശിയായ പിതാവായവൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു, യേശുവിനെ അവൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് സകലത്തിൻ്റെയും ഫലം അവന് എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തിവൃക്ഷത്തിനെ കർത്താവ് എന്തുകൊണ്ട് ശപിച്ചു എന്ന് ചോദിച്ചാൽ, അവൻ യജമാനൻ, ആ അത്തിവൃക്ഷത്തിൻ്റെ യജമാനൻ അന്നേരം അവൻ്റെ അരികിൽ വന്ന് ഫലം ചോദിക്കുമ്പോൾ ആ ഫലം കൊടുക്കാൻ അത്തിവൃക്ഷം ബാധ്യസ്ഥനാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരെയും അവൻ സൃഷ്ടിച്ചിട്ട് ഈ തോട്ടത്തിലാക്കിയിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്?
നമ്മളെല്ലാവരും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവനായി മാറിയിരിക്കുന്നു. എന്നിട്ടോ അവനെ ജനമൊക്കെയും കൂടെ ക്രൂശിച്ചു. അവൻ്റെ ജീവരക്തമാണ് നമ്മുടെ ജീവൻ്റെ മറവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പിന്നിലെ ചോദ്യം, അത് അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനെ ചെയ്യാൻ പോകുന്നവർ തങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കി ഭയപ്പെട്ട് ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അവർ ഓടിക്കളഞ്ഞു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്. വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അല്ലേ? മൂലക്കല്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കല്ലാണ് മൂലക്കല്ല്. അതിൻ്റെ പുറത്താണ് ഓരോന്ന് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്താണ് ബാക്കിയുള്ളതൊക്കെ പണിതുയർത്തുന്നത്. സ്വാഭാവികമായും മൂലക്കല്ല് സ്ട്രോങ് ആയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് ആർക്കും ഇവിടെ ഒരു ജീവിതവും ഉണ്ടാവുകയില്ല. അതാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്. മതനേതാക്കന്മാർ, അന്നത്തെ സംഘ നേതാക്കന്മാർ, ന്യായാധിപതികൾ, ന്യായശാസ്ത്രിമാർ, മഹാപുരോഹിതന്മാർ, ഇവരെല്ലാവരും കൂടെ സംഘം ചേർന്നാണ് യേശുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നത്. അവർ തള്ളിക്കളഞ്ഞവനാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് ലോകജീവിതത്തിൻ്റെ ആണിക്കല്ലായി കർത്താവ് യേശു ക്രിസ്തു മാറിയിട്ടുണ്ട്. നോക്കൂ, സത്യം സുവിശേഷിക്കുന്നവൻ്റെ കാലത്ര മനോഹരമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ സത്യം കേൾക്കുക. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മൂലക്കല്ല്. അവനെ നാം തള്ളിക്കളയാൻ പാടില്ല. അവനിൽ നാം നമ്മെ പണിതുയർത്തണം. അവൻ നമ്മെ നട്ടിരിക്കുന്നു. അവൻ ഫലം ചോദിക്കാൻ വേണ്ടി നമ്മുടെ അരികിലേക്ക് വരും. അന്നേരം നമ്മൾ ഫലം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു? എത്രയോ അനുഗ്രഹം ദൈവം നമുക്ക് തന്നു. എന്ത് വിചാരിച്ചു നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാണിക്കിട്ടതുകൊണ്ട്, ആരാധനകൾ കൃത്യമായി നടത്തിയതുകൊണ്ട്, ഇങ്ങനെ ഒന്ന് കിടന്ന് ബഹളം വെച്ചതുകൊണ്ടൊക്കെ ആണോ ദൈവം നമുക്ക് അനുഗ്രഹം തന്നെയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. തൻ്റെ പ്രിയപുത്രനെ കാൽവരിയിൽ ജീവനായി നൽകി നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ പ്രലോഭനങ്ങളിൽ മയങ്ങിയല്ല, നമ്മുടെ കൈക്കൂലികളിൽ മയങ്ങിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേർച്ച വയ്ക്കുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നേർച്ച വയ്ക്കുന്നത് പോലും കൈക്കൂലിയായിട്ടാണ്. എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവോ? നിങ്ങളൊരു കാര്യം നേർന്നിട്ടുണ്ട് എങ്കിൽ ആ നേർച്ച നിവർത്തിപ്പാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകരുത്? നേരാൻ പോകരുത്. ദൈവത്തിനറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്നുള്ളത്. അവൻ ഓരോരുത്തന് തക്ക സമയത്ത് ഫലം കൊടുപ്പാൻ അവൻ അറിയുന്നവനാണ്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക ഫലം കൊടുപ്പാൻ അറിയുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുക? ഇത് ഇവിടെ ഈ ലേഖകൻ പറയുന്നത് അവൻ്റെ ഉപമ സ്നേഹപൂർവമായ ഒരു മുന്നറിയിപ്പാണ്. സുനിശ്ചിതമായ ഒരു ന്യായവിധി ഒഴിവാക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഫലം ചോദിക്കുമ്പോൾ ഫലം കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടും, കരിഞ്ഞു പോകും നിന്ന നിൽപ്പിൽ. അതാണ് അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ മാനസാന്തരപ്പെടുക, മാറ്റമുണ്ടാക്കുക, അവനെ സ്വീകരിക്കുക. അതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ബുധനാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിനോട് അവിടുത്തെ പരീശന്മാരും ഹെരോദ്യയിലെയും അവൻ്റെ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരും ഒക്കെ അവനെ കുടുക്കുവാൻ വേണ്ടി വന്ന് ചില ചോദ്യങ്ങളുമായി വരുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടത്. നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനോട് അവർക്ക് എന്തുമാത്രം വൈരാഗ്യവും പകയും ഉണ്ടായിരുന്നു എന്നുള്ളത്, അവനെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഭൗമിക കർത്തവ്യങ്ങളും സ്വർഗീയ ഫലങ്ങളും, ഇതാണ് പാഠഭാഗം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. മത നേതാക്കന്മാർ യേശുവിനെ ഒന്നുകിൽ റോമൻ ഗവർണറിനോ ജനത്തിനോ വിധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിൽ പിടിക്കുവാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ അവൻ സംസാരിച്ചു എന്ന് വരുത്തി തീർത്ത് അവനെ പിടിക്കണം. 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം അവർ അവനെ വാക്കിൽ കുടുക്കുവാൻ അവർ പരീശന്മാരിലും ഹെരോദ്യയിലും ചിലരെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചു. അവർ വന്ന്, ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനുമെന്ന് ഞങ്ങൾ അറിയുന്നു.
അല്ലേ? യേശുവിനെ ഒന്ന് മിനുക്കുകയാണ് ആദ്യം. എന്നിട്ട് പറയുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? ഞങ്ങൾക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്ന് അവർ ചോദിച്ചു. അന്നത്തെ ഭരണാധികാരി ഗവർണറായ കൈസറിനെതിരായി സംസാരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. യേശു അവരുടെ കപടം അറിഞ്ഞിട്ട്, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്തിന്? ഞാൻ ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവിൻ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്നു. ഈ സ്വരൂപവും മേലെടുത്തും ആരുടേതെന്ന് അവരോട് ചോദിച്ചെന്ന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവങ്കൽ ആശ്ചര്യരായി എന്ന് നോക്കൂ. ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, ഒരു ഭൗമികമായ ഒരു സർക്കാർ, ഒരു ഭരണവ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെതിരായി അവൻ സംസാരിച്ചു എന്ന് പറഞ്ഞ് കൈസർക്ക് കപ്പം കൊടുക്കരുത് എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് അവനെ പിടികൂടുവാൻ ശ്രമിക്കുന്നു. എൽ.എൻ. ജി. വൈറ്റ് ഡിസയർ ഓഫ് ഏജസ് എന്ന പുസ്തകത്തിൻ്റെ 602 പുറത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ റോമാധികാരത്തിൻ്റെ സംരക്ഷണയിൻ കീഴിൽ ജീവിച്ചിരുന്നത് കൊണ്ട് ഇത് അവരുടെ ഉന്നതമായ ഒരു ചുമതലയ്ക്കെതിരെ വരാത്തിടത്തോളം ആ അധികാരം അവകാശപ്പെടുന്ന കൈത്താങ്ങൽ അവർക്ക് കൊടുക്കേണ്ടതാണ്. എന്നാൽ സമാധാനപരമായി ദേശത്തിലെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ അവർ അവരുടെ പ്രഥമ ഭക്തിയാദരവ് എല്ലാ സമയത്തിനും ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്താണ് എൻ്റെ ആശയം മനസ്സിലാക്കി തരുന്നത്? ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് വിഹിതമായത് ദൈവത്തിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ദൈവത്തിന് കൊടുക്കുക. അല്ലാതെ ഭൗതികമായ നിയമങ്ങൾക്ക് വശംവദരായി ജീവിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ഭൗതികമായ നിയമങ്ങൾക്കെതിരായി ജീവിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ കൈസറുടെ നിയമങ്ങൾ അനുസരിക്കരുത് എന്നൊന്നും കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നില്ല. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുപ്പിൻ എന്ന് പറയുന്നുണ്ട്. ഇനി അപ്പോഴിട്ട് മറ്റു ചിലർ, സദൂക്യർ, പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു, ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ചു, അവൻ്റെ സഹോദരന് സന്തതി ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു, സന്തതിയില്ലാതെ മരിച്ചു. മൂന്നാമത്തവനും അങ്ങനെ തന്നെ. 7 പേരും സന്തതിയില്ലാതെ മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ അവരിൽ ആർക്ക് ഭാര്യയാകും? 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും പറ്റി അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്ന് പറഞ്ഞു. നമ്മൾ ഭൗമികമായ നിയമങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള കുടുംബ വ്യവസ്ഥയുടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ദൈവമാണ് ഉണ്ടാക്കിയത്, അല്ലേ? നമ്മൾ വിവാഹത്തിന് കൊടുക്കുക, വിവാഹത്തിന് എടുക്കുക എന്ന സാമൂഹ്യ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദമിന് ഹവ്വയെ നൽകിയത് ആരായിരുന്നു? ദൈവമായിരുന്നു. അല്ലാതെ ആദം തന്നെത്താനിരുന്ന് സൃഷ്ടിച്ചതല്ല. ആദമിൽ നിന്ന് ഹവ്വയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനിൽ നിന്ന് പുരുഷനെ വേർതിരിച്ചു, സ്ത്രീയെ വേർതിരിച്ച് മനുഷ്യന് ഒരു ഇണയായി, പുരുഷനൊരു ഇണയായി സ്ത്രീയെ നൽകി, ഇണയും തുണയുമായി നൽകി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു സാമൂഹ്യ ബന്ധത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് പിന്നീടുള്ള സാമൂഹ്യ വ്യവസ്ഥയിലുടനീളം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സദൂക്യന്മാർ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന് ചോദിക്കുകയാണ്. 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ വിവാഹം കഴിച്ചവൻ സന്തതിയില്ലാതെ മരിച്ചുപോയി. അവൻ്റെ മോശയുടെ നിയമപ്രകാരം അവൻ്റെ അനുജൻ അവളെ വിവാഹം കഴിച്ചു, അവനും മരിച്ചു. അങ്ങനെ 7 പേരും മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പുനരുദ്ധാനം ഉണ്ടാകുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പുനരുദ്ധാനം ഉണ്ടാകുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ഇവിടെ 7 പേർക്കും ഭാര്യയായിട്ടാണല്ലോ ഭൂമിയിൽ ജീവിച്ചത്. കർത്താവ് യേശു ക്രിസ്തുവിന് പറഞ്ഞ മറുപടി എന്താണ്? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. ആരെപ്പോലെയാകും? സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും എന്നാണ്. ഇവിടെ പുനരുദ്ധാനം എന്ന ആ ഉപദേശത്തെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്ന ഉപദേശത്തെ
എങ്ങനെയെങ്കിലും ഒരു അധാർമിക പ്രവൃത്തിയായി കാണിച്ച് ജനത്തിനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആരുദ്ദേശിച്ചത്? ആ സമയത്ത് പരീശന്മാരും സദൂക്യർ ഉദ്ദേശിച്ചത്. പക്ഷേ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നു. അന്നേരം നീ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെയും ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ 30-ാമത്തെ വാക്യം, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും. നമ്മുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു കണികയാണ് നമുക്കെന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി ആനന്ദത്തോടുകൂടി ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കുകയും ചെയ്യുന്ന ദിവ്യമായ ആ മനോഹരമായ നിമിഷത്തെയാണ് ഇവിടെ പരീശന്മാർ ചോദ്യം ചെയ്യുന്നത്. അതിന് മറുപടി കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതാണ്. അന്നേരം എല്ലാവരും ആരുടെ കീഴിലായിരിക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ കീഴിൽ ആയിരിക്കും. എല്ലാവരും ദൂതന്മാരെ പോലെ ആയിരിക്കും. അവർ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റുപാടും പാട്ടുപാടിക്കൊണ്ട് വീണകളോടും കൈത്താളങ്ങളോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ പാഠത്തിൻ്റെ അവസാനത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്നാണ് ചോദ്യം. യേശുവിനെ ഇങ്ങനെ നിരന്തരം പരീശന്മാരും മഹാപുരോഹിതന്മാരും സദൂക്യരും ന്യായശാസ്ത്രിമാരും ഒക്കെ വന്ന് നിരന്തരം ചോദ്യം ചെയ്യുകയും അവനെ എങ്ങനെയെങ്കിലും കുരുക്കിൽപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പ്രധാനം. നോക്കൂ, കഴിഞ്ഞ പാഠം നമ്മൾ അവസാനിച്ചെടുത്ത് പറയുകയുണ്ടായി, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാരും വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കൂബിൻ്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു എന്ന് ആ ജനത്തെ ഉപദേശിച്ചു. സ്വാഭാവികമായിട്ട് അവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. മരിച്ചവരെവിടെ പോയി എന്നുള്ളത് പറഞ്ഞു അല്ലേ? മരിച്ചവരെവിടെയാണ്? മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അല്ല, നമ്മളൊരു വലിയ വിഷയമാണ് അത്. വലിയ വിഷയം, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള വലിയ വിഷയമാണ്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് പറയുകയാണ്. മരണത്തിൽ എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ? മരിച്ചവർ പുനരുദ്ധാനത്തിലേക്ക് പ്രവേശിക്കും, അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ മരണം എന്നുള്ളൊരു നിദ്രയാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഉറക്കമാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം. അത് വിശ്വസിക്കുക എന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ജീവനോടെ തന്നെയാണ് ആയിരിക്കുന്നത്. ചിലർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു, കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ ഇങ്ങനെ ഉണർന്നു കിടന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും ആ നിദ്രയിലേക്ക് പ്രവേശിക്കാം. അതിന് ഇന്ന സമയമൊന്നും വ്യവസ്ഥയൊന്നും ഇല്ല. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതകാലം ഏറെയായാൽ 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം എന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോൾ 80-ന് മേലെയൊക്കെ ജീവിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രതാപം, ആ കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയെന്നും വേദപുസ്തകം പറയുന്നുണ്ട്. അല്ല, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വളരെയധികം വീഡിയോകളൊക്കെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. രസകരമായ ചിന്തകളൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ ഒരു അണ്ടർ ഏജ്, അതായത് നമുക്കൊരു ബാല്യകാലം അല്ലെങ്കിൽ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. അപ്പനമ്മമാരുടെ നിയന്ത്രണത്തിന് കീഴിലോ ആരുടെയെങ്കിലും നിയന്ത്രണത്തിന് കീഴിലോ അന്നേരം നമ്മുടെ ഒരു കാശൊന്നുമില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് കാശുണ്ടാക്കാനുള്ള ആർത്തിയാണ്. അന്നേരം പൈസയെപ്പറ്റി ആലോചിക്കില്ല, ആരോഗ്യത്തെപ്പറ്റി ആലോചിക്കില്ല, മറ്റൊന്നിനെയും പറ്റി ആലോചിക്കില്ല.
അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കും, ജോലി ചെയ്യുക, പൈസ സമ്പാദിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ്. എന്നാലും മനസ്സമാധാനമില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കാലം, ഒരു മധ്യവയസ്സ് പിന്നിടുമ്പോൾ നമ്മുടെ കയ്യിൽ കാശ് കാണും, സമയം കാണത്തില്ല ഓരോന്നും ചെയ്യാൻ. ചില ആൾക്ക് പള്ളിയിൽ പോകാൻ പോലും സമയം കാണത്തില്ല, പ്രാർത്ഥിക്കാൻ സമയം കാണത്തില്ല, ഒന്നിനും സമയമില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു 60 വയസ്സ് കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുമ്പോൾ കാശും കാണും, സമയവും കാണും, അന്നേരം ആരോഗ്യം കാണത്തില്ല. അല്ലേ? ആരോഗ്യം കാണില്ല, നേരെ നടക്കാനും പറ്റില്ല. ആ പൈസ അന്ന് അത്രയും കാലം അധ്വാനിച്ച് കിട്ടിയ പൈസ എല്ലാം ആശുപത്രിയിലും ഡോക്ടർമാർക്കും കൊടുത്ത് ഇങ്ങനെ കറങ്ങി നിറഞ്ഞൊക്കെ നടക്കാം. അത് കഴിഞ്ഞ് ഒരു കിടപ്പാണ്. അന്നേരം ഇതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്, ഏറെയായാൽ 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. ഇനി ഇതിനപ്പുറത്തേക്ക് ആലോചിച്ചാലോ? മരണത്തിന് ശേഷവും നമ്മുടെ വസ്തുവകൾ, ഈ സമ്പാദിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ ആരുപയോഗിച്ച് എങ്ങനെ ഉപയോഗിക്കുന്നു? ഒരു 100 വർഷത്തിനപ്പുറത്ത് നമ്മുടെയൊക്കെ അടുത്ത തലമുറ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ്. ഇന്ന് ജീവിക്കുക. ഇന്ന് നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ, ഇന്ന് നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ജീവിക്കാതെ പിന്നീട് എപ്പോഴാണ് അതിനുവേണ്ടി ജീവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ ഒരു ചോദ്യം, ഒരു സൗഹൃദനായ, വളരെ സ്നേഹത്തോടു കൂടി ഒരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അല്ലേ? നമുക്കും അനേകം സാമൂഹ്യ ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, രക്തബന്ധങ്ങളുണ്ട്, രക്തബന്ധമല്ലാത്ത ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, നമ്മുടെ അയൽപക്കമുണ്ട്, നമ്മുടെ സഭാ ബന്ധങ്ങളുണ്ട്, സാമൂഹ്യ കൂട്ടായ്മകളുണ്ട്. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടലിനെ നമ്മളൊന്ന് റേറ്റ് ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കർത്താവിനോട് ആ ന്യായശാസ്ത്രി ചോദിച്ചത്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രിമാരിൽ ഒരുത്തനടുത്ത് വന്ന് തമ്മിൽ തർക്കിക്കുന്നത് കേട്ടിട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാത്തിനും മുഖ്യ കൽപ്പന ഏത് എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അതിന്, എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ കർത്താവ് ഏക കർത്താവ്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് ആകുന്നു. ദൈവത്തിനെ സ്നേഹിക്കുക എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. ആലോചിച്ച് നോക്കൂ, 10 കൽപ്പനകൾ ഒന്നാമത്തെ കൽപ്പന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക. ഞാനല്ലാതെ എൻ്റെ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അന്ത്യകാല ദൂത് വെളിപ്പാടിൽ പ്രവചിച്ച 3 ദൂതന്മാരുടെ ത്രിവിധ ദൂതിൽ 1-ാം ദൂതൻ്റെ ദൂത് ഏത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. അല്ലേ? ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ഹോസന്ന പാടുക എന്നതിനപ്പുറത്ത് മനുഷ്യൻ എന്താണ് ചെയ്യാനുള്ളത്? രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം, ഇതിൽ വലുത് ആയിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അടിവരയിടേണ്ട. നിന്നെപ്പോലെ. ഒരു മനുഷ്യൻ ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നമ്മളോടൊരു പൊതുവിൽ നമ്മുടെ ഒരു സദസ്സിലൊരു ചോദ്യം ചോദിച്ചാൽ ചില ആളുകൾ നമ്മുടെ ബന്ധങ്ങളിലേക്ക് കടക്കും. ഞാൻ എൻ്റെ ഭാര്യയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ അപ്പനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ മക്കളെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാമുകിയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ കാമുകനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധത്തിനെ കണ്ടെത്തി ഇന്ന ആളെയാണ് സ്നേഹിക്കുന്നത്, ഇയാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ചില ആളുകൾ ഉടനെ പറയും ഞാൻ ദൈവത്തിനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. നല്ലതാണ്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തത്, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക. നിനക്ക് കൂട്ടു തരുന്നവർ ആരാണോ അവരാണ് നിൻ്റെ കൂട്ടുകാർ. നിൻ്റെ സമാധാനം കളയുന്നവർ നിൻ്റെ കൂട്ടുകാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാരാ? ഏത് ബന്ധമായിരുന്നാലും, ഏത് രക്തബന്ധമായിരുന്നാലും, ഏത് രക്തമല്ലാത്ത ബന്ധമായിരുന്നാലും നമുക്ക് സമാധാനം തരാത്ത ഒരു ബന്ധം നമ്മുടേതല്ല. അങ്ങനെയല്ലേ? എത്ര നാൾ അങ്ങനത്തുള്ള ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, അത്തരങ്ങളുള്ള സദസ്സുകളിൽ നമ്മളെ തന്നെ നശിപ്പിച്ച് ജീവിക്കും? ഒരു സമാധാനമില്ലാതെ ജീവിക്കും.
നമുക്ക് കൂട്ടുതരുന്നവരാണ്. സ്നേഹത്തിൽ, സകലത്തിലും, സന്തോഷത്തിലും, സമാധാനത്തിലും ഒക്കെ കൂട്ടുതരുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ. സുഹൃത്ത്, സു എന്നാൽ നല്ല എന്നാണ് അർത്ഥം കേട്ടോ. സുഹൃത്ത്, നല്ല ഹൃദയമുള്ളവൻ. സഹോദരൻ, സഹ ഉദരൻ എന്നാണ്. സഹ എന്നാൽ കൂടെ, സ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം കൂടെ എന്നാണ്. സസ്നേഹം, സ്നേഹത്തോടു കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, നമ്മുടെ കൂട്ടുകാരൻ. അങ്ങനെയുള്ളവനെ നാം നമ്മളെപ്പോലെ സ്നേഹിക്കണം എന്നാണ്. അതായത് നമ്മുടെ അയൽക്കാരനെയും നമ്മൾ നമ്മളെപ്പോലെ സ്നേഹിക്കണം. നമ്മുടെ ഈ അയൽക്കാരനെ സ്നേഹിക്കുക, കൂട്ടുകാരനെയൊക്കെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിക്ക് അപ്പുറവും ഇപ്പുറവും ആരൊക്കെ നിൽക്കുന്നോ അവരെ നമ്മളെപ്പോലെ സ്നേഹിക്കണം എന്നാണ് വ്യവസ്ഥ. പക്ഷെ നമ്മൾ അതിനെ ആ ആശയത്തിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണ് ചോദ്യം. ആ ആശയത്തിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? അങ്ങനെയാണോ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഭാബന്ധങ്ങളിൽ, രാഷ്ട്രീയ ബന്ധങ്ങളിൽ നമുക്ക് അങ്ങനെയാണോ? അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ ആ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതും എങ്ങനെ വേണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളിലും യാഗങ്ങളെക്കാളും സാരമേറിയത് എന്ന് അവൻ പറഞ്ഞു. സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും വലുതാണ് ഈ രണ്ട് കൽപ്പനകളും. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം ഒന്ന് വിമലീകരിക്കണം. പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ സോൾ. നമ്മുടെ ആത്മാവിനെ നമ്മളൊന്ന് പൂർണ്ണമായിട്ടൊന്ന് ക്രമീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മിക്കുകയാണ്. നമ്മുടെ ഈ വ്യക്തിത്വങ്ങളോടുള്ള, സഭയോടുള്ള, സമൂഹത്തോടുള്ള, പ്രത്യേകിച്ച് ദൈവത്തോടുള്ള, ദൈവകൽപ്പനകളോടുള്ള നമ്മുടെ അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമീപനവും മനോഭാവവും തീർച്ചയായും ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മളൊന്ന് തിരുത്തി എഴുതേണ്ടിയിരിക്കുന്നു. ഒന്ന് റീറൈറ്റ് ചെയ്യുക. അല്പം കൂടെ ഭംഗിയായിട്ട് പറയാം, ഒന്ന് റീകാലിബറേറ്റ് ചെയ്യുക. റീകാലിബറേഷൻ ഓഫ് അവർ അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോടുള്ള, ടുവേർഡ്സ് അവർ ഫ്രണ്ട്ഷിപ്പ്, ടുവേർഡ്സ് അവർ ഫ്രണ്ട് സർക്കിൾ, അവർ റിലേഷൻഷിപ്പ് സർക്കിൾ. നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ആ ഒരു വൃത്തത്തിനുള്ളിൽ നമുക്ക് എത്ര പേരെ അറിയാം? നമ്മളൊന്ന് എണ്ണി നോക്കിക്കേ. നമുക്ക് എത്ര പേരെ അറിയാം? ഈ ലോകത്തിൽ ഏകദേശം 100-300 കോടി ജനങ്ങളുണ്ട് അല്ലേ? അത് എത്ര പേരെ നമുക്കറിയാം? നമ്മൾ എണ്ണി ബുക്കിൽ പേര്, എനിക്കറിയാവുന്ന ആളുകളുടെ പേര് ഞാൻ ബുക്കിൽ എഴുതുകയാണ്. ഒരു 200 പേജ് ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 2-3 പേജ് നമ്മൾ എഴുതും പേര്, അറിയാവുന്നവരുടെ പേര്. ചിലപ്പോൾ അത്രത്തോളം എത്തിയെന്ന് വരില്ല, നമുക്ക് മറന്നുപോകും. ചിലപ്പോൾ ആളുകൾ കണ്ടാൽ ഓർമ്മിക്കുമായിരിക്കും ഇന്ന ആളാണ്. എത്ര ബന്ധങ്ങളെ നമുക്കറിയാം? എത്ര തലമുറ വരെയുള്ള ബന്ധങ്ങളെ നമുക്കറിയാം? വലിയൊരു ചോദ്യമല്ലേ. നമ്മുടെ തലമുറകളെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പനെ അറിയാം, അപ്പൻ്റെ അപ്പനെ അറിയാം അല്ലേ? അപ്പൂപ്പനെ നമുക്കറിയാം. അതിൻ്റെ മുമ്പുള്ള തലമുറ, 2 തലമുറയ്ക്കപ്പുറത്ത് നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ. നാളെ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ നമ്മൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുപടി. അപ്പോഴൊക്കെയും ദൈവത്തിനെ മറന്നു പോകാതെ സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുകയും നമ്മളെ ബന്ധങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുക. അതൊരു സമാധാനത്തിൻ്റെ വഴിയാകുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗത്തൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിപ്പിച്ച് അവശേഷിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പാഠം അവസാനിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ പാഠം തുടങ്ങിയെടുത്ത് നമ്മൾ ചർച്ച ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ അവൻ അന്നേരം പ്രവേശിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിലേക്കാണ്. നമ്മുടെ ഹൃദയങ്ങളുടെ പാത അവന് വേണ്ടി തുറന്നിട്ടുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ലവോദിക്ക സഭയ്ക്ക് എഴുതിയ ദൂതെഴുതുമ്പോൾ അവസാനം കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടൊപ്പം ഇരിപ്പാൻ വരം നൽകും എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ അവൻ വന്ന് മുട്ടുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ടോ, നമ്മളത് തുറക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഈ
കൂടുതൽ പഠനത്തിന് എന്നുള്ള ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ എൽ എൻ ജി വൈറ്റിൻ്റെ ദ ടെമ്പിൾ ക്ലെൻസ്ഡ് അഗെയിൻ ആൻഡ് ദ കോൺട്രവേഴ്സി ഇൻ ഡിസയർ ഓഫ് ഏജസ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, തൻ്റെ സൃഷ്ടിയായ അത്തിയെ ശപിച്ച ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എല്ലാ ക്രൈസ്തവർക്കും ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എന്ന് അതിന് ഒരു സൊല്യൂഷൻ കർത്താവ് യേശു ക്രിസ്തു വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ തരുന്നുണ്ട്. വാസ്തവത്തിൽ ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്ന് ആണ് കർത്താവ് യേശു ക്രിസ്തു നമുക്കവിടെ ബുദ്ധി ഉപദേശിച്ച് തരുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പ്രതിവിധി വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അത്തിയെ ശപിച്ചത്. ഒരുങ്ങിയിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ്. ഏത് സമയത്ത് അവൻ വന്നാലും ഫലം കൊടുപ്പാൻ നാം ഒരുങ്ങിയിരിക്കണം. നാം നമ്മുടെ വൈയക്തിക ബന്ധങ്ങളിലും നമ്മുടെ സഭാബന്ധങ്ങളിലും എന്തുമാത്രം കണക്കുകൾ സൂക്ഷിക്കുന്നവരാണ്, എന്തുമാത്രം വ്യവസ്ഥകൾ പറയുന്നവരാണ്. മാനുഷികമായ ബന്ധങ്ങളിലൊക്കെ നമ്മൾ എന്തെല്ലാം കണക്കുകൾ സൂക്ഷിക്കുകയും ആ കണക്കിനൊക്കെ കൃത്യമായി മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് കണക്കാണ് സൂക്ഷിക്കുന്നത്? അവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ പകരമായി നമ്മൾ എന്താണ് അവന് കൊടുത്തിട്ടുള്ളത്? ദാവീദ് പ്രാർത്ഥിച്ചു, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവന് മുമ്പിൽ എൻ്റെ സകല നേർച്ചകളും അവന് മുമ്പാകെ കഴിക്കുമെന്നൊക്കെ അവൻ പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ അതൊരു പ്യൂരിഫിക്കേഷനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധീകരണം ആയിരുന്നു. ആ ഒരു വിമലീകരണത്തിന് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി നാം സ്വയം ഒരുങ്ങുക. നാം സ്വയം നമ്മുടെ സ്വയത്തിനെ തന്നെ ഒരുക്കുക, നമ്മുടെ ആത്മത്തിനെ ഒരുക്കുക. ഇതൊക്കെ വലിയ വലിയ വാക്കുകളാണ് എന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അത്തിവൃക്ഷത്തെ സൃഷ്ടിച്ചതുപോലെ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. കർത്താവുദൻ ഗംഭീരനാഥത്തോടും പ്രധാനവതിൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ അവൻ വാനമേഘങ്ങളിൽ വീണ്ടും വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ വ്യക്തിബന്ധങ്ങളോട് നമ്മൾ പുലർത്തേണ്ട നീതി, ന്യായം, സ്നേഹം ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ കാണിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന ഈ വലിയ സന്ദേശം ഉച്ചത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യെരുശലേം വിവാദങ്ങൾ എന്ന ഈ പാഠഭാഗം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ, ഓരോ മനുഷ്യരോടും, ഇത് കേൾക്കുന്ന ഓരോ സഭാവ്യക്തികളോടും, ഓരോ സമൂഹത്തോടും, ഓരോ ക്രൈസ്തവനോടും, ഓരോ മനുഷ്യനോടും, ഓരോ വ്യക്തികളോടും അനേകം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ്, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പാഠം അവസാനിക്കുന്നത്. അതിൻ്റെ ഉത്തരം നമ്മൾ സ്വയം കണ്ടെത്തുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വലിയ വചനം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മെ കരുതുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠപഠനം അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം സ്നേഹത്തോടെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും, ഏതൻ ടി വിയെയും ആഗോള സഭാ സമൂഹത്തെയും പുരോഹിതന്മാരെയും സഭയെയും ഒക്കെയും കാക്കുകയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായ നിങ്ങളുടെ സ്തോത്രനാഥ, അടിയങ്ങൾക്ക് നൽകിയ ഈ വിശുദ്ധ വചനം ദാവി അടിയങ്ങളുടെ കാലും ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ ഇടവരുത്തുമാറാകണമേ. ദാവി അടിയങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുവാനും അടിയങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുവാനുമുള്ള അനേകം ചോദ്യങ്ങൾ അടിയങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദാവി അടിയങ്ങളത് മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിച്ച്, ദാവി അടിയങ്ങളുടെ സഹജീവികളെ സ്നേഹിച്ച് ആ ഒരു ആത്മബന്ധം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരാധനയോടെ, പൂർണ്ണ ഭക്തിയോടെ നിർവഹിച്ചുകൊണ്ട് കർത്താവി അങ്ങയുടെ വീണ്ടും വരവരെയും ആയിരിക്കാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവി അടിയങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമൊക്കെയും തന്നെ നാമത്തെ മഹത്വീകരിച്ചുകൊണ്ട് ജീവിപ്പാനും, ദാവിയെ അടിയങ്ങളെതിരായി കഴിയുമ്പോൾ അതിന് ഒരുങ്ങിയിരിക്കാനും ഉള്ള അവസരം അടികൾ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നൽകിയ പ്രിയദാസന്മാരെ
പിതാവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് കൂടുതൽ അങ്ങയുടെ വചനങ്ങളെ എഴുതുവാനും ലോകത്തോട് അറിയിപ്പാനുള്ള കരുത്ത് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വചനം കേട്ടതായ അങ്ങയുടെ പ്രിയമക്കളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഏതൻ ടി വിയെയും അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നവരെയും തിരുക്കരങ്ങൾ നൽകുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. അടിയങ്ങളുടെ അധ്യാപക പാനലിലെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടുന്ന നല്ല അറിവ് ദാനമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും പൊടിയോളം താഴ്ത്തി തിരുക്കരങ്ങൾ നൽകുന്ന ദൈവമേ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ വിശുദ്ധകരം അടിയൻ്റെ ശിരസിന്മേൽ വെച്ചുള്ള അങ്ങയുടെ പ്രിയ സാന്നിധ്യം, അടിയൻ നിരന്തരം അനുഭവിക്കുന്ന അങ്ങയുടെ സ്നേഹം, പിതാവേ അതിനൊക്കെയും നന്ദിയുള്ള ഹൃദയത്തോടായിരുന്നുകൊണ്ട് നിൻ്റെ വചനം പൂർവാധികം ശക്തിയോടുകൂടെ ലോകത്തോട് അറിയിപ്പാൻ നീ അടിയനെ ഒരുക്കുന്നതിനായ നീയുടെ സ്തോത്രം. ആരോഗ്യവും ബലവും പിതാവെ നൽകുമാറാകണമേ. അടിയൻ്റെ ആഗ്രഹങ്ങളൊക്കെ തിരുക്കരങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടപ്രകാരം മാത്രം ആകുവാൻ ഇടവരുത്തുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അടിയങ്ങൾ പിരിയാബന്ധമായി നീ കൂടെ വഴി നടത്തുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു പ്രിയ പിതാവേ. ആമേൻ.